പ്രൈസ് ദി ലോർഡ്. സദൃശവാക്യം 18:12. നാശത്തിന് മുമ്പേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു, മാനത്തിന് മുമ്പേ താഴ്മ. നാശത്തിന് മുമ്പേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്ന മനുഷ്യൻ ഓർക്കുക അവന് നാശം വരുന്നുണ്ട് എന്ന്. അതേപോലെ താഴ്മയുള്ള ഒരു മനുഷ്യൻ ഓർക്കുക അവൻ മാനത്തിന് ഉടമയെന്നുള്ള കാര്യം. നാം എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്? നിഗളമാണോ താഴ്മയാണോ? അഹങ്കാരം എന്ന് പറയുന്നത് നാശത്തിൻ്റെ ഒരു മുന്നോടിയാണ്. പല മനുഷ്യരെയും നമുക്ക് കാണുവാൻ സാധിക്കും. അഹങ്കരിക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരുടെ നോട്ടം, അവരുടെ നിപ്പ്, അവരുടെ അഹങ്കാര വർത്തമാനങ്ങൾ, ആവശ്യമില്ലാത്ത സംഭാഷണങ്ങൾ, നാവിൽ നിന്നുള്ള മോശമായിട്ടുള്ള വാക്കുകൾ, ഇതെല്ലാം അഹങ്കാരത്തിൻ്റെ സ്വഭാവങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ മുമ്പിൽ പോയി നിന്ന് നമുക്ക് താഴ്മയോട് സംസാരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ആ അഹങ്കാരികൾക്ക് എന്തുകൊണ്ടെന്നാൽ അവർക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും, പണമുണ്ടായിരിക്കും. ഇതൊന്നും ഇല്ലാത്തവർ പോലും ഭയങ്കരമായിട്ട് അഹങ്കരിക്കുന്നതും നിഗളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള വ്യക്തികളെ ജനങ്ങൾ അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ, സ്വന്തമോ ബന്ധമോ ആരും തന്നെ അവരെ ബഹുമാനിക്കുകയില്ല, അവരെ ആദരിക്കുകയുമില്ല. അവരുടെ വിചാരം, അവരുടെ അഹങ്കാരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. മറ്റുള്ളവരിൽ നിന്നും അഹങ്കാര വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം പിടിച്ചെടുക്കാമെന്നും അവർ മനസ്സിൽ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ കൺമുൻപിൽ ക്ഷണത്തിൽ അവർ കൂപ്പുകുത്തി വീഴുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വചനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നശിക്കാതിരിക്കണമെങ്കിൽ അഹങ്കരിക്കാതിരിക്കണം. എന്നാൽ താഴ്മയുള്ള മനുഷ്യനെയോ ബഹുമാനം തേടിയെത്തുന്നു. മനുഷ്യരാൽ അവന് ആദരവും ബഹുമാനവും ലഭിക്കുന്നു. താഴ്മയുള്ളവന് ദൈവത്തിൻ്റെ ദയയും അനുഗ്രഹവും മാനവും ലഭിക്കുന്നു. താഴ്മയുള്ളവൻ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയും അവനെ കാത്തിരിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ താഴ്മയുള്ള മനുഷ്യൻ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ദൈവത്തിനായിട്ട് കാത്തിരിക്കുന്നു. താഴ്മയുള്ള മനുഷ്യന് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും സേവിക്കുവാനുമുള്ള മനസ്സുള്ളവനാകുന്നു. ഇവർ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിവുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഉടമയുമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് ഭയഭക്തിയോടെ ഇവർ കാത്തിരിക്കുന്നവരാണ്. ഉദാഹരണമായിട്ട് മോശ ഭൂമിയിലുള്ള എല്ലാവരിലും വെച്ച് ഏറ്റവും സൗമ്യവും താഴ്മയുമുള്ളവനായിരുന്നു എന്ന് സംഖ്യാപുസ്തകം 12:3 നമുക്ക് കാണുവാൻ സാധിക്കും.